ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു യാത്ര ചേച്ചിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. യാത്ര പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ജ്യൂസ് എല്ലാം കയ്യിൽ കരുതണമല്ലോ. അതൊരു ചടങ്ങ് തന്നെയാണല്ലോ. നിങ്ങൾക്കുണ്ട് ഇതുപോലത്തെ ചടങ്ങ് ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ചേച്ചിയുടെ വീടെന്ന് പറഞ്ഞാൽ എൻ്റെ നാത്തൂൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കും വേറൊരു കസിൻ്റെ മോളാണ് കേട്ടോ. ഇത് മോളുടെ പേരാണ് ഫർഹ ബേബി. ചിന്തിരി കുട്ടി. പിന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും വേറൊരാൾ എന്നെ കാത്തിരിക്കുന്നത് കണ്ടില്ലേ. ഇതാണ് നമ്മുടെ ചീക്കോ കുട്ടൻ. എന്താ അവൻ്റെ വെപ്രാളവും പരിവേഷം. അങ്ങനെ അവനെ ഒന്ന് തലോടി കഴിഞ്ഞപ്പോഴത്തേക്കും അവന് സമാധാനമായി. പിന്നെ പോയിട്ടൊരു ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ അടുക്കളയിലോട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഫുഡെല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിരുന്നു. ചേച്ചി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കഴിച്ചാൽ മതി. അങ്ങനെ പൊറോട്ടയും ബീഫും മുട്ട റോസ്റ്റും ചിക്കനും എല്ലാം ഉണ്ടായിരുന്നു. ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കടമക്കുടിയിലോട്ടാണ് കേട്ടോ. നല്ല ഇരുട്ടായി നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും. ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഒരു ഡേ ഈവനിങ് ടൈമിലൊക്കെ വരണം കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ യമണ്ടൻ പ്രേമകഥ ഫിലിം ഷൂട്ട് ചെയ്തത്. പിന്നെ ഇവിടെ കുറേ ജിം എക്യുപ്മെൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിൻ്റെ പൊക്കത്തായിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു അഡാറ് മഴ കിട്ടി ഗൈസ്. അങ്ങനെ മഴയത്ത് എല്ലാവരും കൂടെ ഐസ്ക്രീം കഴിക്കുവാണ്. ഞാനും ഒരെണ്ണം വാങ്ങിച്ച് കഴിച്ചു കേട്ടോ ഐസ്ക്രീം. എല്ലാവരും കഴിക്കുമ്പോൾ പിന്നെ കഴിക്കണമല്ലോ. മഴ, ഐസ്ക്രീം, അതിൻ്റെ പിന്നാലെ പനി. ആഹാ, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.